നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞുവെന്നാണ്. 140 മണ്ഡലങ്ങളിലായി ഇപ്പോൾ 890 ഇത്രയും സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. നല്ല ചൂടാണ്, പൊള്ളുന്ന ചൂടാണ്. അതിനേക്കാളും വലിയ ചൂട് തെരഞ്ഞെടുപ്പിലും ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജയപാലൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. നടന്നാലോ? പിന്നെ ഈ പറമ്പിലൊക്കെ കുറെ നടന്നല്ലേ പൂരപ്പറമ്പിൽ? ഒരുപാട് പ്രാവശ്യം നടക്കുന്നതാണ്. 10-25 വർഷക്കാലം തൃശ്ശൂർ കോർപ്പറേഷന്റെ ജനപ്രതിനിധിയായിരുന്നു, പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു, കോർപ്പറേഷൻ മേയറായിരുന്നു. അതുകൊണ്ട് പൂരപ്പറമ്പും തൃശ്ശൂർ ജനതയും ഒക്കെ നമുക്ക് നിത്യമായി കാണുന്ന ഒരാളാണ്. ഇവിടുത്തെ മേളം എന്താ നമുക്കറിയാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം എങ്ങനെയാ? തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു, നല്ല രീതിയിൽ പോകുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും തമ്മിൽ ശക്തമായ മത്സരം തന്നെയാണ്. വിജയ സാധ്യത ആണ് നമ്മുടെ ലക്ഷ്യം. ഈ ചൂടിനെ മറികടന്നുകൊണ്ട് നമ്മൾ നല്ലൊരു വിജയം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. കൂടെ നടക്കുന്ന ഈ സ്ഥാനാർത്ഥി ആരാണ്? കമ്മ്യൂണിറ്റി കൗൺസിലറാണ്, തൊട്ടടുത്തുള്ള ഡിവിഷനിലെ കൗൺസിലറാണ്. എന്താ പേര്? ചാക്കോള. ചാക്കോളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വരട്ടിക്കളഞ്ഞു. അപ്പോൾ ഒരു മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇവിടെ തൃശ്ശൂരിലെ 3 സ്ഥാനാർത്ഥികളും പുറത്തോട്ട് ലോകം അറിയുന്നവരാണ്. അപ്പോൾ അങ്ങയുടെ ഒരു വിജയ സാധ്യത? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ രൂപീകരിച്ച ആ കാലഘട്ടം മുതൽ 2025 വരെ 25 വർഷക്കാലം തൃശ്ശൂർ കോർപ്പറേഷനിലെ ജനപ്രതി എന്നത് തന്നെയാണ് എൻ്റെ ഒരു കരുതൽ. പിന്നെ കോർപ്പറേഷൻ മേയറായിരിക്കുമ്പോൾ ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ജനങ്ങൾ ഓർക്കുന്നു എന്നുള്ളതാണ്. ഓർക്കുന്നു. തൃശ്ശൂർ പട്ടണം കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ ചെയ്തത് ആ കാലഘട്ടത്തിലെ മേയർ ഞാനായിരുന്നു എന്നുള്ളത് ജനങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. അത് എൻ്റെ വിജയത്തിൻ്റെ കരുത്ത് പകരുന്നു. ഇന്നലെ നമ്മുടെ VS സുനിൽകുമാറിൻ്റെ ഒരു പ്രസ്താവന വന്നായിരുന്നു, ഡീല് നിങ്ങൾ കോൺഗ്രസ്സുകാരും BJP-ക്കാരും തമ്മിലാണെന്ന്. അത് ആരും അംഗീകരിക്കുന്നില്ല. അല്ലേ, കാരണം കഴിഞ്ഞ തവണ നിങ്ങൾ എനിക്കൊന്ന് കെ മുരളീധരനൊക്കെ മത്സരിക്കും 3ാം സ്ഥാനത്തേക്ക് UDF തള്ളപ്പെട്ടിരുന്നു. ഇപ്പോഴേ മണ്ഡലത്തിലെ ഒരു ചിത്രം എങ്ങനെയാണ്? പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ MP-യുടെ വിജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. വിജയം തന്നെയാണ്. പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് MP ഉയർന്ന് പ്രവർത്തിച്ചില്ല. ആ ഒരു പരാതി നിങ്ങൾക്കുണ്ടല്ലേ? ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ പിന്നെ രാഷ്ട്രീയമായിട്ട് കാണാം, പക്ഷെ ജനങ്ങൾക്കുണ്ട്. അതിനുള്ളൊരു ഉത്തരം ജനങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അങ്ങ് തൃശ്ശൂർ മണ്ഡലത്തിനകത്ത് തന്നെയാണോ താമസിക്കുന്നത്? തൊട്ടടുത്ത്. കുടുംബമൊക്കെ സുഖമായിരിക്കുന്നു? രണ്ട് പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളെയും കല്യാണം കഴിഞ്ഞു. വീട്ടിലൊരു ആഭ്യന്തര കലാപത്തിന് സാധ്യതയില്ല? ഒരു സാധ്യതയില്ല. സുഖമായിട്ട് പോകുന്നു. ഭാര്യയൊക്കെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടോ മത്സരത്തിൽ? അവരുണ്ട്, ലൈവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വോട്ടർ അങ്ങോട്ട് വഴി പിടിച്ചിരുത്തി ഈ തൃശ്ശൂർ റൗണ്ടിൽ സ്വരാജ് റൗണ്ടിൽ പിടിച്ചിരുത്തി ചോദിക്കുകയാണ്, എന്തിന് ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ എങ്ങനെ മറുപടി പറയും? ജനപ്രിയ പദ്ധതികൾ പ്രവർത്തന കലണ്ടറിട്ട് ജനങ്ങളുമായി ആലോചിച്ച്, റെസിഡൻസ് അസോസിയേഷനുമായി ആലോചിച്ച് 1, 2, 3 എന്ന് രേഖപ്പെടുത്തി അവർക്ക് നടപ്പാക്കി കൊടുക്കുമെന്നുള്ള വാഗ്ദാനമാണ് എനിക്കുള്ളത്. അത് അവർക്ക് വിശ്വാസമുണ്ട്. ഞാൻ മേയറായിരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾ ആ വാഗ്ദാനങ്ങളെ അവർ കൂടുതൽ വിശ്വസിപ്പിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യും. പിന്നെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായി ഞാൻ ഉണ്ടാവും. വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, അല്ലാതെയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഒരു കരുതൽ. മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അങ്ങയുടെ ദൃഷ്ടിയിൽ? ട്രാഫിക് ബ്ലോക്ക് വളരെ പ്രോബ്ലമാണ്. ഇത്തരത്തിലുള്ള ഒരു ആത്മീയമായ ഉണർവ് നൽകുന്ന ഒരു സ്വരാജ് റൗണ്ട് പൂരപ്പറമ്പ് ഉള്ള കേരളത്തിലെ ഏറ്റവും ഈ കാഴ്ച ലോകത്തും കാണാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്തും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ആത്മീയമായ വടക്കുന്നാഥ 1250 വർഷം പഴക്കമുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഈ മൈതാനം നമുക്ക് ആത്മീയമായി തന്നെ നിലനിർത്തണം. എന്തായാലും അങ്ങേ കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ വീട്ടിലുള്ളവരോടൊക്കെ അന്വേഷണം വല്ലപ്പോഴും 24 കാണാൻ പറഞ്ഞു, എന്നാലും നമ്മുടെ പച്ചരി നടക്കൂ. വല്ലപ്പോഴല്ല, ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നടക്കട്ടെ. അപ്പോൾ മാഡം, ഓക്കെ, കാണാം. കാണേണ്ടി വരും. ബൈജു റീസ്. ജോഷി ജോൺ. ഹാപ്പി മത്തായി. ഓക്കെ, ഹാപ്പി മത്തായിയോ? Why you are happy? ഹാപ്പി, ഓൾവേസ് ഹാപ്പി. അത് കലക്കി കളഞ്ഞു കേട്ടോ. ഹാപ്പി മത്തായി. വീട്ടിലുള്ളവരെല്ലാം ഹാപ്പിയാണോ? ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സന്തോഷം. നിങ്ങളെയൊക്കെ നമ്മൾ വീണ്ടും കാണാം. നമ്മൾ ചുറ്റി വരുമ്പോൾ നിങ്ങളെ വീണ്ടും കാണും. ഓക്കെ, താങ്ക് യു രാജൻ ജയപാലൻ. ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു. അപ്പം നിങ്ങൾ വോട്ട് എടുത്തോണം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് നമ്മളൊന്ന് പോകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, നിയമസഭാ മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് 890 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. മത്സരം ഈ തവണത്തെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, വളരെ കുറച്ച് ദിവസങ്ങൾക്കകം വോട്ടെടുപ്പ് നടക്കും എന്നുള്ളതാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.